കണ്ടാ മോള് പേടിക്കോ? ഉറപ്പാ? എന്നാ കാണിച്ചു തരാം, വാ. മോള് പേടിക്കില്ലോ അല്ലേ? ഓ വെള്ളാടി മുത്തിയേ വായോ, വെള്ളാടി കുന്നിറങ്ങി വായോ, എന്റെ വാലാട്ടിക്കിളിയെ കാണാൻ വായോ. നോക്ക് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോ വെള്ളാടി മുത്തിക്ക് പല്ലും കൊമ്പും മുളയ്ക്കും. നോക്ക് നോക്ക് നോക്ക്. വന്നൂന്ന് പുഴക്കരെ കണ്ട ചെക്കന്മാര് പറഞ്ഞു. കൊറേ നേരം ഞാനിവിടെ കാത്തു നിൽക്കാം. ഇതാരാണെന്ന് മനസ്സിലായ? ആ ഗീതു മോളല്ലേ? കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞാൻ കാര്യാക്കില്ല കേട്ടോ. വാ മോളെ. മോൾ എന്നെ അറിയോ? ഇതോളെ ഇതോളെ നിക്ക്. അയ്യോ, അത് വെള്ളാടി മുത്തിയല്ല, തുളസി ചേച്ചിയല്ലേ? ഇപ്പൊ നോക്ക്, പല്ലും കൊമ്പും ഒന്നുമില്ലല്ലോ. പോവാം പോവാം പോവാം, വാ വാ. മോള് പേടിച്ചെന്ന് തോന്നുന്നു. തുളസി കിടന്നു, കാവില് കാണാം. വാ. ടോം എന്ന് പറഞ്ഞ പൂച്ച, ജെറി എന്ന് പറഞ്ഞ എലി. ജെറിയുടെ നമ്പർ 1 എനിമിയാ ടോം. അതെല്ലോ, പൂച്ച എലി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ. ജെറിയെ ടോം എപ്പോഴും ഉപദ്രവിക്കൂ. അപ്പൊ ജെറി എന്താ ചെയ്യാന്നറിയോ? ഇല്ല, കേക്കട്ടെ. ഈ ഒരു വാകൂടെ. സ്വാദുണ്ടോ അമ്മമ്മയുടെ ചോറിനും കറിക്കും? എന്നിട്ട് പറയട്ടെ, ജെറി അവന്റെ കസിന് ഫോൺ ചെയ്യും. കസിന് ഭയങ്കര ശക്തിയാ. പൂച്ചോളെ വാലി പിടിച്ച് കരക്കേറിയും. എന്നിട്ട് കസിൻ ജെറിയുടെ വീട്ടിലേക്ക് വരും. ഈ കുഞ്ഞുരുള കൂടി. എന്നിട്ട് പൂച്ചയ്ക്ക് കിട്ടിയോ അന്നാളുടെ കയ്യിൽ നിന്ന്? വന്നത് ആളില്ല, ജെറിയുടെ കസിനാ. അതും എലിയാ. ടോമിനെ പിടിച്ചിട്ട് കസിൻ കരക്കേറിയും. ടോം പോയിട്ട് അതിന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചോണ്ട് വരും. അസലായിരിക്കുന്നു കഥ. ഈ ഒരുള്ള കൂടി. ആഹാ, ഡ്രൈവറങ്ങളെ കൂട്ടാതെ മാമ ഉണ്ടല്ലോ നീ. ഞങ്ങൾക്ക് വിശന്നപ്പോ ഞങ്ങളുണ്ട് അല്ലേ മോളെ? നീ അവിടെ വായൊന്ന് കഴുകിച്ചോ. എന്താ നിർമ്മല ഇത്? ആ കുട്ടിയോട് നീ ഒന്നും മിണ്ടുക പോലും ചെയ്യുന്നില്ലല്ലോ. അതിന്റെ കളിയും ചിരിയും കാണുമ്പോ ഒന്നും അല്ലെങ്കിലും മനസ്സിനൊരാശ്വാസമല്ലേ? നീ എന്താ ഇത്ര വൈകിയത്? മോളുറങ്ങിയോ? അതിന് കുഞ്ഞു ഇവിടെ ഇല്ലല്ലോ. അവൾ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ. വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. സ്കൂളിൽ നിന്ന് അവര് വിളിച്ചോണ്ട് പോയി. നിയമലംഘനം നടത്താൻ അവർക്ക് ആരവകാശം കൊടുത്തു എന്നാണ് എന്റെ ചോദ്യം. ഇതെല്ലാം ആ കിളവിയുടെ തന്ത്രങ്ങളാണ്. അച്ഛനെയും അച്ഛന്റെ വീട്ടുകാരെയും കുട്ടിയിൽ നിന്നും അകറ്റാനുള്ള മനഃപൂർവ്വ ശ്രമങ്ങളാണ്. നീ വന്നിട്ട് തീരുമാനിക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. പറ, ഇതിങ്ങനെ വിട്ടാ പറ്റുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? ഈ രാത്രി ഞാൻ അവിടെ ചെന്നിട്ട് വെള്ളം വയ്ക്കണോ? നിക്ക് എന്നല്ല, തോറ്റു കൊടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. കേസ് നടത്തി പാപ്പരായ ചരിത്രവും ചെറുകുന്നത്ത് കുടുംബക്കാർക്കുണ്ട്. സുപ്രീം കോടതി വരെ പോയാലും ഞാൻ ആ തള്ള ഏട്ടനൊന്നും മിണ്ടാതിരിക്കാമോ? വേറെ എങ്ങോട്ടും അല്ലാതെ പോയത് അതിന്റെ അമ്മയുടെ അടുത്തോട്ടല്ലേ? അതെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ലെന്നാണോ? നീ അത് പറയാനോടാ? നിനക്ക് 5 വയസ്സുള്ളപ്പോഴേ അച്ഛന്റെ മൂക്കിപ്പൊടി എടുത്ത് വലിച്ച് തല കറങ്ങി ചേമ്പന്നാള് പോലെ വേണ്ട എന്റെ ഈ കയ്യിലാ കിടന്നത്. എവനെ ഞാനും കൂടെ നിന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. അതും കല്യാണം പോലും കഴിക്കാതെ. നീ അതൊക്കെ അങ്ങ് മറന്നു.
കണ്ടോ കണ്ടോ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് പോലും അവനില്ല. എന്ത് ചെയ്യാൻ, എല്ലാം സഹിക്കുക തന്നെ, ക്ഷമിക്കുക തന്നെ. ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ. ആഹാ, എണ്ണീറ്റോ മോള്? എന്താ ചെയ്യുന്നേ? മോക്ക് കുടിക്കാൻ പാല് കറക്കല്ലേ? ഞാൻ കറക്കട്ടെ? മോള് കറന്നാലേ ഈ കള്ളി ചൊരത്തൂല്ല. ചെറുത്താന്ന് പറഞ്ഞ എന്തുവാ? അത് കുട്ടികൾക്ക് കുടിക്കാൻ അമ്മമാര് പാല് ചൊരത്തും. അത് കുടിച്ചാ കുട്ടികൾ വളരുക. പശു അങ്ങനെ തന്നെയാ. ഈ പശുവിന്റെ ഡോക്ടർ അത്? എന്ത്? മോടെ ഇംഗ്ലീഷ് ഒന്നും അമ്മൂമ്മയ്ക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് തൊട്ടോട്ടെ. അയ്യോ, പോയല്ലോ കുട്ടിയെ. സോറി. സാരമില്ല, മോൾ അറിയണ്ടല്ലേ. ചിന്നമണി കുയിലെ മെല്ലെ വറുമയിലെ എങ്കെ ഉഞ്ചോടി. ചിന്നമണി കുയില് അമ്മമ്മയുടെ കൂടെ എന്ത് ചെയ്യാ? ഞാൻ പശുവിനെ കറക്കാം. அப்படியா? பலே பேஷ். இங்க பாரு என் ராஜாத்தி கண்ணு இங்கே இரு, எங்கேயும் போக வேண்டாம். தினமும் பால் கறந்து இந்த மாரியப்பனை கொடு. ஏன் பிசினஸ் நம்ம 2 பேரும் தான். இந்த அம்மம்மா அவுட்டு எப்படி? എടാ മാരിയപ്പാ, என்ன ആവശ്യമില്ലാതെ നിന്റെ പുളിച്ച തമിഴൊന്നും എന്റെ കൊച്ചിനെ പഠിപ്പിക്കണ്ട. നിനക്ക് തരാൻ ഇന്ന് പാലില്ല. என்னாச்சு? ഞാനും എന്റെ മോളും കൂടെ കുടിച്ചു. அப்படியா? അല്ലേ മോളെ? ஜெய் ஜெய் ஜெய். നീ ആ കന്നിനെ ഒന്ന് അടിച്ചു കെട്ടിയേ. ஆடுங்க நிலங்க நில்லு. മാരിയപ്പൻ പശുവിന്റെ ഫാമിലിയാ? ഡ്രൈവർ അങ്കിൾ പറഞ്ഞല്ലോ. ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളല്ലേ? ആട്, പശു, എരുമ, പോത്ത്, മാറിയപ്പൻ. അപ്പോ അതിനൊക്കെ വാലുണ്ടല്ലോ. മാരിയപ്പൻ എന്താ ഇല്ലാത്ത? അത് ലോറിക്ക് കുടുങ്ങി പോയി കണ്ണേ. മോള് ഇവിടെ നിൽക്ക, പോണ്ടേ നമുക്ക്? മറന്നോ കാര്യം? ഡ്രൈവർ അങ്കിൾ പോക്കോ, ഞാൻ വരുന്നില്ല. നല്ല കഥയായി. குழந்தை சொன்னது கரெக்ட் ஐயா. 2 நாள் இங்க இருக்கட்டும். இந்த எருமை, ஆடு, கோழி இவங்கெல்லாம் பார்த்து என் கூட 2 நாள் விளையாடு. വാ മോളെ. പിന്നെ മോളെ കൊണ്ട് പറമ്പിലൊന്നും ഒരുപാട് കറങ്ങണ്ട, അപ്പുറത്ത് സർപ്പക്കാവുള്ള. അമ്മേ, മോളെ വേഗം കുളിപ്പിക്കാൻ നോക്ക്, പുറപ്പെടാൻ നേരായി. രാവിലെ തന്നെ കൊണ്ടുപോണോ? ഉച്ച തിരിഞ്ഞിട്ട് പോയാ പോയതേ. അത് ശരിയാവില്ല മുത്തച്ഛ. ഇപ്പൊ തന്നെ അവളെ കാണാൻ ഞാൻ അന്വേഷിക്കുന്നുണ്ടാവും അവരൊക്കെ. എന്നാലും ഒരു കൊതി മാറിയില്ല അതിനെ കണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇണക്കമായി പോയി വല്ലാണ്ട്. നന്ദാ, നീ മോളെ കണ്ടോ? ഇല്ല. ഈശ്വര, ഇതെവിടെ പോയി? കാണാനില്ലല്ലോ. உலகம் பிறந்ததும் உனக்காக, ஓடும் நதிகளும் உனக்காக, இந்த மலர்கள் மலர்ந்ததும் உனக்காக. ഗീതുമോളെ, മോളെ ഇங்கே ഇരി. മാമനി പാല് കൊടുത്തിട്ട് சீக்கிரம் വരാ. മതി, இங்க வாடா. சூடான ஒரு பருப்படு வாங்கி இந்த குழந்தைக்கு கொடு, அது சாப்பிடு. அதை பார்த்து நீ இங்கே இரு. அப்பா, என்னப்பா பருப்படியா? உனக்கா சாப்பிடுறதுக்கா? பாருங்க, கலந்த 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 போய. என்ன துளசி கண்ண சௌக்கியமா? எப்ப நம்ம கல்யாணம்? മരപ്പട്ടി, നമ്മ കല്യാണമാ? இல்லம்மா, உங்க கல்யாணம். അങ്ങനെ പറ. உனக்கும் அந்த எல்லாருக்கும் தெரியும். பாரையா வெக்கம். ഗീതുമോളെ. മാരിയപ്പ, മാരിയപ്പ. അയ്യോ, മോളെ പേടിക്കണ്ട, തുളസി ചേച്ചിയല്ലേ? അല്ല, വെള്ളാടി മുത്തിയാ. അത് ഡ്രൈവർ അങ്കിൾ ചുമ്മാ തമാശ പറഞ്ഞല്ലേ? അല്ല, എനിക്ക് പേടിയാ. ദേ നോക്ക്, എനിക്ക് പല്ലും കൊമ്പുണ്ടോ? ഇല്ലല്ലോ. നോക്കി നിൽക്കുമ്പോ പല്ല് പൊളിക്ക്, എനിക്ക് പേടിയാ. അയ്യോ, കരയില്ല. என்ன என்னம்மா என்னம்மா குழந்தைய வைக்கிறேன்? கண்டு வாமா, கண்டு வா வாமா. இங்க பாரு, மாமா அடிக்க. அடி அடி அடி. എന്താ അവിടെ? ദേ, കണ്ടില്ലേ? കുട്ടിക്ക് എന്നെ കാണുമ്പോ പേടിയാ. വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്റെ വെള്ളാടി മുത്തിയോ? പിന്നെ നീ ആര്? എലിസബത്ത് രാജ്ഞിയാ? ഞാനെന്താ പണിയോട് കാണിച്ചത്? എന്നയ്യാ? ആരോടും ചോദിക്കാതെ പറയാ കുട്ടിയോട് കൊണ്ടുവരാ. சும்மா பாக்குறதுக்கு சாமி. എന്തിനു പാക്കരത്തിക്ക്? அப்பா,
என்ன கோப்பா பருப்போடங்கடா அரிப்போட இல்ல பண்ணு தான் இருக்கு பண்ண பண்ணு நீ சாப்பிடு பண்ணு 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 போ கல்ல ഇതുമോളെ മോൾ ഇങ്ങനെ തുടങ്ങിയ ഡ്രൈവറുകൾ പിന്നെ എന്താ ചെയ്യാ? ഒറ്റ ദിവസം നിന്നിട്ട് തിരിച്ചു പോവാന്ന് ഗീതുമോള് എന്നല്ലേ അങ്ങളോട് സമ്മതിച്ച്? ശരിയാ എനിക്ക് പോവാൻ തോന്നില്ല ദേ അക്കരയിൽ ഇപ്പൊ ഒരു ബസ്സുണ്ട്, അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് പോകാനൊന്നും വേറെ ബസ്സില്ല. അപ്പൊ നാളെ പോവാ. ആ കുന്നിന്റെ അപ്പുറത്തുള്ള അത്തിമരത്തില് എന്തോരം കിളിയല, നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. മുഴുവനും ഞാൻ കണ്ടില്ല. മരിപ്പം പറഞ്ഞല്ലോ മുളത്തെ പൊത്തില് കുഞ്ഞു മൈനുണ്ടെന്ന്. എനിക്കതിനെ പിടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് അതിനെ കൊണ്ടുപോവാ അങ്കിൾ. ആഹാ, അത് അങ്കിൾ ഇപ്പൊ തന്നെ പിടിച്ചേരാലോ പോകുന്ന വഴിക്ക്. വേണ്ട, അപ്പൊ നാഗമലയിലെ സർപ്പത്തെ കാണാൻ പറ്റൂല. മാരിയപ്പേ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് മോളുടെ വീട്ടിൽ പോയിട്ട് മോളുടെ ഡാഡിയും മമ്മിയും കണ്ടിട്ട് നാളെ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് ഞാൻ മോളെ വേണ്ട, അമ്മൂമ്മ വിടൂല എന്നെ. ഡ്രൈവർ അങ്കിൾ പറഞ്ഞ വിടും. അമ്മൂമ്മ എനിമിയാ, വിടൂല. എടാ നന്ന അങ്ങനെ ശാഠ്യം പിടിച്ചു കൊണ്ടുപോണ്ട. കളിക്കേണ്ട പ്രായമല്ലേ അതിന്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കൊതി തീരുമ്പോ മോളെ എന്നെ പറയും പോകാമെന്ന്. അപ്പൊ പോയാ മതി അല്ലേ മോളെ? ആ മുത്തച്ഛൻ അങ്ങനെയൊക്കെ പറയാം. നല്ല കഥയെ അകത്താവുന്ന കേസാ, എന്റെ പണി വരെ തെറിക്കും. ഇവിടെ മനുഷ്യന്മാര് താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ കുട്ടി. എന്ന് വെച്ച് ഞാൻ ചെയ്തത് തെറ്റല്ലാണ്ടാവോ? ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ഇപ്പൊ കുട്ടിയെ കാണാതെ വെപ്രാളം പിടിച്ച് കിടക്കാവും വീട്ടുകാര്. വീട്ടുകാരുടെ സ്നേഹവും ശ്രദ്ധ മനസ്സിലാവണുണ്ട്. കുട്ടിയുടെ പോകണ്ടെന്നുള്ള വാശി നിർബന്ധവും കാണുമ്പോ. കുട്ടി പാപ്പ മൈനെ കിട്ടി, ശീഘ്രം വാ. മോളെ അവിടേക്ക്. അവള് പോട്ടടാ, കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം. ഇന്നൊരു ദിവസം കൂടി അവളിവിടെ നിൽക്കട്ടെ. അമ്മേ ഞാൻ പറയാം. അത് മതിയടാ.